ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്ന വാക്കാണ് എക്സെപ്റ്റ്. EXCEPT, എക്സെപ്റ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ഒഴികെ അല്ലെങ്കിൽ ഒഴിച്ച്. നമുക്ക് വാചകങ്ങൾ കാണാം, അപ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകുന്നത്. ആദ്യത്തെ വാചകം നോക്കാം. വി ഹെൽപ്ഡ് എവരിവൺ. എവരിവൺ എന്ന് പറഞ്ഞു കഴിയുന്നത് എല്ലാവരും. വി ഹെൽപ്ഡ് എവരിവൺ, ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു. എക്സെപ്റ്റ് ഹിം, അവനെ ഒഴിച്ച് ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു. ആ വാചകത്തിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ എല്ലാവരെയും സഹായിച്ചു, എന്നാൽ അവനെ സഹായിച്ചില്ല. അപ്പോൾ അവനെ ഒഴിച്ച് അല്ലെങ്കിൽ അവനെ ഒഴികെ ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു. ഇത് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് ഹിം. ഇത് വെച്ച് നമുക്ക് നോക്കാം. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് ഹെർ. അവളെ ഒഴിച്ച് ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു. ആ വാചകത്തിന്റെ അർത്ഥം ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു, പക്ഷെ അവളെ സഹായിച്ചില്ല. അവളെ ഒഴിച്ച് അല്ലെങ്കിൽ അവളെ ഒഴികെ എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് ദം. അവരെ ഒഴിച്ച് എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് യു. നിന്നെ ഒഴിച്ച് എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. ആ വാചകത്തിന്റെ അർത്ഥം നിന്നെ സഹായിച്ചില്ല, ബാക്കി എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. ആ ഒഴികെ, ഒഴിച്ച് അങ്ങനെ പറയുന്നതാണ് എക്സെപ്റ്റ് എന്ന വാക്കിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നത്. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് രാജു. വി ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് രാജു. രാജുവിനെ ഒഴിച്ച് എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. രാജുവിനെ ഒഴിച്ച് എല്ലാവരെയും ഞങ്ങൾ സഹായിച്ചു. അർത്ഥം വ്യക്തമാണ്. രാജുവിനെ നമ്മൾ സഹായിച്ചില്ല, ബാക്കി എല്ലാവരെയും നമ്മൾ സഹായിച്ചു. എപ്പോഴും പറയുന്നത് പോലെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വിക്ക് വേറെ മറ്റ് സബ്ജക്ട്സ് ഒക്കെ ഉപയോഗിക്കാം. യു ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് ഹിം, ദേ ഹെൽപ്ഡ് എവരിവൺ എക്സെപ്റ്റ് ഹിം. ആ രീതിയിലൊക്കെ നമുക്ക് മാറ്റി പ്രാക്ടീസ് ചെയ്യാം. ഈ ടെൻസും മറ്റതൊക്കെ ഉപയോഗിക്കാം. വി ആർ ഹെൽപ്പിംഗ് എവരിവൺ എക്സെപ്റ്റ് ഹിം. വി ഹാവ് ഹെൽപ്ഡ് എവരിവൺ. വി ഷുഡ് ഹെൽപ്പ് എവരിവൺ. വി വിൽ ഹെൽപ്പ് എവരിവൺ. ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെ പഠിച്ചതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് വ്യക്തമാവും. രണ്ടാമത്തെ വാചകം നോക്കാം. ഹി വർക്ക്സ് എവരി ഡേ. അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും അവൻ ജോലി ചെയ്യാറുണ്ട്. എക്സെപ്റ്റ് മൺഡേ. തിങ്കൾ ഒഴിച്ച് എല്ലാ ദിവസവും അവൻ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ തിങ്കൾ ഒഴിച്ച് അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട്. ആ വാചകത്തിന്റെ അർത്ഥം അറിയാം. തിങ്കളാഴ്ച അവൻ ജോലി ചെയ്യില്ല, മറ്റ് 6 ദിവസങ്ങളിലും അവൻ ജോലി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്നു. ഓക്കെ. ഹി വർക്ക്സ് എവറി ഡേ എക്സെപ്റ്റ് ഓൺ മൺഡേ എന്നും പറയാം നമുക്ക്. ഓൺ മൺഡേ, എക്സെപ്റ്റ് ഓൺ മൺഡേ, ആ രീതിയിലും പറയാം. ഈ വാചകവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെയും സബ്ജക്റ്റ് ഒക്കെ മാറ്റി വെച്ച് നോക്കുക. അതുപോലെ വർക്ക് എന്ന ഈ വെർബിന്റെ മറ്റ് ടെൻസുകൾ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻപ് പഠിച്ചത്. ഇവിടെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെയും മാറ്റി ഉപയോഗിച്ച് നോക്കുക. മറ്റു വെർബ്സ് ഉപയോഗിക്കണമെന്നില്ല. വർക്ക് എന്ന വെർബ് തന്നെ മറ്റു രൂപങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ നോക്കാം. ഓൾ ആർ ഹിയർ. ഓൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓൾ ആർ ഹിയർ എക്സെപ്റ്റ് മൈ സിസ്റ്റർ. എന്റെ സിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. എന്റെ സിസ്റ്റർ ഒഴികെ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ഒഴിച്ച്. എന്റെ സിസ്റ്റർ മാത്രമില്ല, ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ വാചകം പറയുന്നത്. ഓൾ ആർ ഹിയർ എക്സെപ്റ്റ് മൈ സിസ്റ്റർ. ഓൾ ആർ ഹിയർ എക്സെപ്റ്റ് മൈ ഫാദർ. ഓൾ ആർ ഹിയർ എക്സെപ്റ്റ് മൈ ബ്രദർ. ഓൾ ആർ ഹിയർ എക്സെപ്റ്റ് മൈ ഫ്രണ്ട്സ്. ആ രീതിയിൽ മറ്റു വാക്കുകളൊക്കെ വയ്ക്കാം. ഇവിടെ പാസ്റ്റ് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ വയ്ക്കാം. ഓൾ വർ ഹിയർ എക്സെപ്റ്റ് മൈ സിസ്റ്റർ. എന്റെ സിസ്റ്റർ ഒഴിച്ച് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഓൾ വർ ഹിയർ. ഓക്കെ. അല്ലെങ്കിൽ ഓൾ വിൽ ബി ഹിയർ എക്സെപ്റ്റ് മൈ സിസ്റ്റർ. എന്റെ സിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും. ഓൾ വിൽ ബി ഹിയർ. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക.
ഈ ക്ലാസ്സിൽ നമ്മൾ എക്സെപ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥമാണ് കാണുന്നത്. ഒഴികെ, ഒഴിച്ച് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തമാകില്ല. നമ്മൾ ഈ വാചകങ്ങള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോറടിക്കാതെ തെറ്റ് വന്നാൽ തിരുത്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി വേർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക, പുതിയ വേർബ്സും പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കഥകൾ കിട്ടും. അത് വായിച്ചൊക്കെ നോക്കുക, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കഥകളൊക്കെ നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിലെ 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷില്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും, പാസ്റ്റ് ഫോമും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, ran, run. Come, came, come. Become, became, become. Overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. Amuse, amused, amused. Appreciate, appreciated, appreciated. Battle, battled, battled. Choke, choked, choked. Concentrate, concentrated, concentrated. Disappear, disappeared, disappeared. Educate, educated, educated. Empty, emptied, emptied. Exist, existed, existed. Learn, learned, learned. Form, formed, formed. Guide, guided, guided. Grab, grabbed, grabbed. Grin, grinned, grinned. Divide, divided, divided. Enter, entered, entered. Lick, licked, licked. Miss, missed, missed. Mix, mixed, mixed. Peel, peeled, peeled. Listen, listened, listened. Name, named, named. Separate, separated, separated. Serve, served, served. Water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും. അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.